വെൽക്കം ടു മൈ ഡെലിവറി വ്ളോഗ്. കുഞ്ഞാവത ഇവിടെ ഉറങ്ങാണ്, അതാണ് ഞാൻ ഇത്രയും സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറി വ്ളോഗാണ്. എന്നെ അഡ്മിറ്റ് ചെയ്ത മുതൽ കുഞ്ഞാവ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വരെയുള്ള ഫുൾ വ്ളോഗ് ഈ വീഡിയോയിലുണ്ട്. ഈ മാസം 11-ാം തീയതി, അതായത് ഓഗസ്റ്റ് 11-നാണ് PVക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് കുഞ്ഞാവയ്ക്ക് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്, അതായത് എനിക്ക് ഒരാഴ്ചയും കൂടെ ഉള്ളൂ എൻ്റെ ഡ്യൂ ഡേറ്റിന്. അപ്പോൾ വെയിറ്റ് കൂടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്ത് മരുന്ന് വെച്ച് നമ്മൾ കുഞ്ഞാവയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു, അതായത് ഇൻഡ്യൂസ് ചെയ്ത് ലേബർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 11th ഓഗസ്റ്റിന് എന്നെ അഡ്മിറ്റ് ചെയ്തു. അന്ന് രാത്രി 9 മണിക്കാണ് ഫസ്റ്റ് മെഡിസിൻ എനിക്ക് തന്നത്. വൈകിട്ട് 6 മണിക്ക് തന്നെ നമ്മളോട് വന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായി, 8:30 ആയി പോയി. 9 o'clock നമുക്ക് മെഡിസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ നമ്മളെ അഡ്മിറ്റായി. അതുപോലെ തന്നെ ഫുഡും കഴിച്ച് നേരെ പോയത് മെഡിസിൻ എടുക്കാനായിട്ടാണ്. എന്നെ പ്രസവിക്കും ചേച്ചി. ഞാൻ ഫസ്റ്റ് എടുത്തോന്നില്ലേ അമ്മ വല്ലതും പേര് പറഞ്ഞ അമ്മ ചേച്ചി കൊച്ചിന് എത്ര പേര് വീഴുമെന്നാണ് ആലോചിക്കുന്നത്. രണ്ടുപേരെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, 2 ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, 3 പേരെ വണ്ടിക്കകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. എത്ര മണിക്ക് ചേച്ചി? സ്കൂളിൽ പോകണ്ട, ഞാൻ ലീവ് എടുത്ത്, ഇവൻ ലീവ് എടുക്കും. ഡൗട്ട് ചേച്ചി, ഡൗട്ട് നന്ദിച്ചേട്ടൻ കയറോ? ചേട്ടാ നന്ദിച്ചേട്ടൻ മറ്റേ റൂമിൽ കയറൂ, പ്രസവിക്കണം. നന്ദിച്ചേട്ടൻ ചോരാണ്ട ബോധം വിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ അങ്ങനെ ബോധം കെട്ട് വീണെന്നൊക്കെ പറയാനുണ്ട്. നവീന്റെ കാലിൽ ഞാനൊരു എടുത്ത് കല്ലെടുത്തിറങ്ങി, അത് വന്നിട്ട് ഞരമ്പിലെങ്ങാണ്ടാ തട്ടി പൈപ്പിൽ നിന്ന് വെള്ളം പോകണം. എനിക്ക് തീർന്നപ്പോ എന്റെ ഉള്ള കൊച്ചിലാണ്, എന്റെ ഉള്ള ഉയരൊക്കെ പോയി. ഞാൻ പിന്നെ ജയറാജ് വിളിച്ചു. അതുകൊണ്ടാണ് ബയോമാക്സ് എടുക്കുകയാണ് കമ്പ്യൂട്ടർ സയൻസ് കഴിക്കണം. 7 ഫുഡ് കഴിക്കണം. 7 ഷിഫ്റ്റില് ഈ മരുന്ന് വെച്ചിട്ട് പിന്നെ ഇല്ല, മരുന്ന് വെച്ചിട്ട് അവർക്ക് നോക്കും പെയിൻ എങ്ങനെയാണ്, കൺട്രാക്ഷനോട് കുഞ്ഞിനെ അനക്കൊക്കെ നോക്കിയിട്ട് കൊണ്ടുവരും. നോക്കും പെയിനൊന്നും ഇല്ലെങ്കിൽ കൊണ്ടുവരും. എന്നിട്ട് പെയിന് എനിമ ചിലപ്പോൾ നാളെ ആകെ തരികയാണ്. സാധാരണ എന്തായാലും ഇഞ്ചക്ഷൻ എനിമ ഉണ്ട്. അത് ഫുഡ് കഴിക്കണം. 7 കഴിക്കാം. ഞാൻ വരും. നവീനെ വിപ്ലവകരമായിട്ട് അതിന്റെ അകത്തൊന്നും ഇതല്ലേ, ക്യാമറ ഓണാണ്, ഇങ്ങനെ വിളിക്കൊണ്ട് നിൽക്കും. അവസാനം എല്ലാം മിസ്. നവീൻ ഭയങ്കര സന്തോഷം, ആർക്കും വിളിക്കും. പാർവതിയാണെങ്കിൽ ഞാനൊക്കെ സഹിച്ചിരിക്കുമ്പോഴേ ചേച്ചി എല്ലാം കിട്ടിയേ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ട് പാർവതി
ക്യാമറ എടുത്ത് വെച്ചിട്ട് ഇല്ല ഇതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പ്ലേ ചെയ്തപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങണം 2 മണിക്കൂർ നിന്റെ കരുത്തിന് മൊത്തം വീഡിയോ എടുത്തിട്ട് അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ അറിയാന്നുള്ള പൈസ കൊടുത്ത് ആരോ മാവയുടെ കല്യാണം വന്ന് വിളിച്ചിട്ട് മാവയുടെ എനിക്കൊരു 5-6 കിലോ കുറഞ്ഞു നിങ്ങൾ എത്ര മണിക്ക് എത്തിയടാ? നമ്മളെല്ലാം വെളുപ്പിലേടാ 6:30 നൈറ്റ് ഡ്രൈവ് ആയിരുന്നു. ആ, അതങ്ങനെ. പൂർണ്ണ മത്സരം ചേച്ചി ചെല്ല നീ പോയിട്ട് തിരിച്ചു വരുമോ? കുറച്ച് കഴിയും അല്ല, ഇതിപ്പോ 3-4 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം അങ്ങനെയല്ല ടാറ്റാ. നിങ്ങള് പോയി നല്ലതായിട്ട് തിരിച്ചു വരുമോ നീ ഇപ്പൊ പോയിട്ട്? ഞാൻ പാറിന് അവിടെ ചെന്നിട്ട് ആ വണ്ടിയിലത്തെ ഇതൊക്കെ തൂത്തിട്ട് കുറച്ചാൽ വരുമ്പോ ആദ്യം പ്രസവിച്ചിട്ട് തിരിച്ചത് നമ്മളെല്ലാരും ഇവിടെ കാണും. ഓക്കെ, നീ പോയിട്ടോ. എവനെ വേണോ നിനക്ക്? അറിയാ ക്ലിപ്പ് ചെയ്തിട്ട് മമ്മിക്കുന്നു ക്ലിപ്പ് ചെയ്തിട്ട് ഓണത്തിന് ഞാൻ പ്ലാൻ ചെയ്യും സ്കൂളിൽ ഇട്ടോണ്ട് ഫ്ലോറസെന്റ് ഷാറ്റ് അവന്റെ മുണ്ടും ഷർട്ടോ പറഞ്ഞേ. ഞാൻ പറഞ്ഞു എന്റെ 2-3 ഇരിക്കണം. എന്ത് വെച്ചാൽ ഇന്ത്യ എനിക്ക് ഞാൻ ഒരു തവണ ഇട്ടിട്ടുള്ളൂ. ചേച്ചി എങ്ങനെയുണ്ട് വെറൈറ്റി? പച്ച ഷർട്ട്, ഓറഞ്ച്, നീല 3 ഷർട്ട് ഉണ്ട് മറ്റേ പ്രിന്റ് പറഞ്ഞത്. അത് നമ്മളതിന് പോകാൻ വേണ്ടി ഞാൻ ഹായ്. നമുക്ക് പറയരുത് ഇവിടെ വരണം. ഭാരതി ഇനി എഴുതി കൊടുക്കും. അല്ല, ഇന്നലെ അമ്മ എന്നെ വിളിച്ചാണ്. ഞാൻ ഭാരതി അവിടെ ചെന്ന് എന്നെ അച്ഛനെ വിളിച്ചതാണ്. മനക്കെട്ടി ഉള്ളവരാണ് അകത്തോട്ട് വിളിക്കും. ഞാൻ അവിടെ വന്ന് അവർക്ക് ജോലിയാവും. അവര് നിന്നെ കളഞ്ഞ് എന്നെ വിളിക്കും. ഈ പേഷ്യന്റിന് എമർജൻസി ആയിട്ട് കൊണ്ടൊരു കൊണ്ടുപോകും. പെട്ടെന്ന് കഴിച്ചിട്ടൊക്കെ വരാം. പ്രസവിക്കും. ആണല്ലേ? എത്ര മണിക്കൂർ ഞാൻ എഴുതി വെച്ചിരിക്കും എത്ര മണിക്ക് പ്രസവിക്കാം? എത്ര മണിക്കൂർ എടുക്കുമായിരിക്കും? ഞാൻ ലീവ് എടുത്ത്. ലീവ് എടുത്താ? നിങ്ങളൊന്ന് പോകണ്ട. സ്കൂളിൽ പോണില്ല. സ്കൂളിൽ നിന്ന് ലീവ് എടുത്തതല്ലേ? നീ എത്ര പഠിക്കാൻ മകളെ? നീ 10ല്. അപ്പൊ മിക്കവാറും ഇതൊക്കെ ബോധം കെട്ടൊക്കെ വീഴും കേട്ടാ. മൂന്നും കൂടെ കാറില്ല. അല്ല ഇവനിവിടെ കിടക്കാമല്ലോ, നിനക്കിവിടെ കിടക്കാമല്ലോ. ഇവിടെ അമ്മ കിടക്കും. ആ ഞാൻ ഇന്നലെ 3 മണിക്ക് വിളിച്ചുണർത്തി വരെ എന്തിനാ കട്ടൻ ചായ ഉണ്ട്.
കട്ടൻ ചായ വന്നപ്പോഴത്തേക്ക് ചായ കുടിച്ചിട്ട് ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. ആണോ? ഓ. അപ്പൊ അതിന് വേണ്ടി കട്ടൻ. തയ്യാറെടുപ്പൊന്നുമില്ലായിരുന്നു. ആ ഹാ ഹാ ഇതൊക്കെ കൊണ്ടുവന്ന് കെറ്റിലൊക്കെ കൊണ്ടുവന്നു. ആ ടീ ബാഗിന് ആവശ്യത്തിന് കട്ട ഇട്ട് കുടിക്കാമല്ലോ. ഞാൻ വേണ്ടി 2:30 വരണ്ട. ബുദ്ധിമാനാ ബുദ്ധിമാൻ. പക്ഷെ ഇന്നിന് എന്തായാലും 2:30 ഇവിടെ തന്നെ പോണ്ടല്ലേ? പോണോന്നും പറയണോന്നുണ്ട് എനിക്ക്. പോയി കിടന്ന് ഉറങ്ങിയപ്പോഴേ സംശയം ചോദിച്ചോട്ടെ മക്കളെ, നിന്റെ വ്ളോഗാണ്. ഭാവിയില് ചിലപ്പോ നിന്റെ പിള്ളേരൊക്കെ ഇത് കാണും. അപ്പം അവരുടെ അടുത്ത് നിനക്ക് എന്തിനാണ് പറയാനുള്ളത്? എനിക്കോ? ആ എന്തിനെ കുറിച്ച്? ഇതിനെ കുറിച്ചോ? ഇപ്പഴ നിനക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതൊക്കെ. സത്യമായിട്ട് ഒന്നും തോന്നുന്നില്ല. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. കൊച്ചിനെ കുറിച്ചാ? കൊച്ചിനെ കുറിച്ചല്ല, നല്ല കാര്യം. അത് കൊച്ചു വരണതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലുള്ള പ്രൊസീജിയർ ഞാൻ ആലോചിക്കുന്നില്ല അല്ലേ? ടെൻഷൻ ഉണ്ടാ? അത് ആലോചിക്കുമ്പോഴത്തേക്ക് ടെൻഷൻ വരും. അപ്പൊ ടെൻസ്ഡ് ആണല്ലേ? ഇറങ്ങി വന്നിരുന്നേ കൊണ്ട് കേട്ടോടാ, പെട്ടെന്ന് എന്ത് നീ ഇറങ്ങിയില്ലാന്ന്. നീ ലാഗ് അടിക്കും. നിന്റെ അച്ഛൻ പറയണ നീ ലാഗ് അടിക്കണം. ഞാൻ ഇന്നലെ തൊട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ഇത്ര മരുന്നതിന് പുറത്തിറങ്ങി വരണില്ലല്ലേ? വരാൻ ഉദ്ദേശമില്ല. പറ പെട്ടെന്ന് ഇറങ്ങി വരാൻ. സുഖം പിടിച്ച് കിടക്കണം. ഇതൊക്കെ ഒരു സമയം കഴിയുമ്പോ കൊച്ചു കണ്ടിട്ട് കൊച്ചു കണ്ടിട്ട് എന്നെ കുറിച്ചാണ് ലാഗ് അടിക്കണ, ഇറങ്ങി വരണില്ല. കറക്റ്റ് ഹാർട്ട് ബീറ്റ് നോക്കാൻ നേരം അനങ്ങില്ല. പിറ്റേന്നറിയോ ഞാൻ സോനും കൂടെ എടുത്തതിനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ചേട്ടാ ചിലപ്പോ ഞാൻ വിളിക്കും, അനക്കം കുറവാണെന്ന് പറഞ്ഞ ചേട്ടാ. അപ്പൊ ഞങ്ങൾ വണ്ടി സൈഡ് ഒതുക്കും. ഞാൻ പറയും ഞാൻ അങ്ങോട്ട് പോണോ തിരിച്ചു വരണോ എന്നുള്ള നിന്റെ ഫോൺ വിളി അനുസരിച്ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അനക്കം ഉണ്ട്. എന്നിട്ട് ഞാൻ വിളിക്കാറുള്ളൂ. വിളിച്ച ഞാൻ മനസ്സിലാവും അനങ്ങി പോണോ. കൊള്ളാം. ചിരിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോ? പെയിൻ കാണോ? നിനക്ക് പക്ഷെ നല്ല ചിരിയാണല്ലേ? ഞാൻ സപ്പോർട്ട് ചെയ്യണേ. അത് ഞാൻ ആദ്യമേ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ബോഡിയിൽ ഓക്സിറ്റോസിൻ റിലീസ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി റിലാക്സ് ആവും. അതുകൊണ്ട് എന്നെ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചോ. ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല, വിഷമിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചു. സപ്പോർട്ട്. അത് അപ്പുറത്തിരിക്കുന്ന ടെൻഷൻ അടിച്ചാൽ നമുക്കും വേറെ ഹോർമോണാണല്ലോ റിലീസ് ആകുന്നത്. നന്ദു സൈഡിൽ ഇരുന്നിട്ട് പുതിയ സിനിമയുടെ പേരെന്താ റിലീസ് ആവുമെന്നൊക്കെ. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയണം, അന്നത്തെ കണക്ക് ഒരു പോഡ്കാസ്റ്റ് വെച്ചിരുന്നെങ്കിൽ നീ അറിയത്ത് പോലും ഇല്ലായിരുന്നു. തണ്ണിമത്തന്റെ കുരു തട്ടിക്കളഞ്ഞു. ഇവരെല്ലാരും കൂടെ ഒന്നിച്ച് കേട്ടിട്ട് പ്രസവിച്ചിട്ട് ഇറങ്ങി. അവൻ മാത്രം കണ്ടാ പോരെ? ഞങ്ങൾ കൊടിയൊക്കെ ഏറ്റു ഇന്ത്യയുടെ ഫ്ലാഗ്. നിന്റെ ഫീലിങ്സ് എന്തിനാണ് ഇപ്പൊ? അല്ല ഞാൻ ഇങ്ങനെ എന്തിനാ മക്കളെ അവനോ കൊച്ചു പെട്ടെന്നാവട്ടെ. ആണാ? സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? 2 ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ ഞാൻ 9 മണി തൊട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പം വരും. കയ്യിലോട്ട് കൊടുത്തായിരുന്നു. അതെ, അവൻ കൈയുടെ പോസ്റ്റൊക്കെ എനിക്ക് നേരത്തെ കാണിച്ചു തന്നു. എങ്ങനെയാണ് കാണിച്ചത്? എങ്ങനെയാണ്? അത് നിന്റെ ചേട്ടന്റെ കൊച്ച്, ഇത് എവന്റെ കൊച്ച്. പ്രാക്ടീസ് ചെയ്തു. നീ പോയപ്പോ ഇവിടെ കരിക്കൊക്കെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അവൻ പഠിച്ച ടെക്നിക്ക് മറന്നു. ഉണ്ടായിരുന്നു വേണ്ടേ? ഇങ്ങനെ വരും, നമ്മളിങ്ങനെ വാങ്ങിക്കും. മൊത്തം ഇതിന്റെ അകത്ത് ഇരിക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ടെക്നിക്ക് മാറ്റി പിടിയടാ. എല്ലാരും ഉണ്ടാവും.
നംചാനെ വിളിക്കട്ടോ. ടാറ്റാ, ഗുഡ് നൈറ്റ്. ആ ചൂടുള്ളൂ. ചെറിയ ചൂടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 12:15 ഉണ്ടായിരുന്നവരൊക്കെ വീട്ടിൽ പോയി പറഞ്ഞു വിട്ടു. ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമായിരുന്നു എല്ലാവരും കൂടെ കൂട്ടിന് വേണ്ട പറഞ്ഞു. കാരണം നന്ദിച്ചേട്ടൻ ഇത്ര നേരം ഉണ്ടായിരുന്നു. ഇരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, രാവിലെ വന്നാൽ മതി, കുറച്ചേരെങ്കിലും വന്നാൽ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ചേട്ടനെ പറഞ്ഞു വിട്ടു. അമ്മ നല്ല ഉറക്കമെന്ന് ഞാൻ പതുക്കെ സംസാരിക്കും. അപ്പം ഞാൻ കിടക്കാൻ പറ്റുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചേരം എണീറ്റ് ഇരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കിടക്കണം, ഉറങ്ങാൻ പറ്റും, കുറച്ച് നേരം ഉറങ്ങണം. പിന്നെ രാവിലെ 5 o'clock കഴിയുമ്പോഴത്തേക്കാണ് വീണ്ടും ഞങ്ങളുടെ റൂമിലോട്ട് ലേബർ റൂമിലോട്ട് OP നോക്കാനായിട്ട്. കാര്യം മെഡിസിൻ വെച്ചേക്കണമല്ലോ. നോക്കിയിട്ട് പിന്നെ എന്താണെന്നുള്ളത് അവിടെ നിന്ന് പറയും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പെയിൻ സഹിക്കാൻ പറ്റുന്ന പെയിൻ മാത്രമേ ഉള്ളൂ, വലിയ രീതിയിലുള്ള പെയിൻ ഇല്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാം. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എണീക്കാനോ ഇരിക്കാനോ. അപ്പം നോക്കാം. ശരിക്കുള്ള പെയിൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. രാവിലെ എണീറ്റു. ഇനിയിപ്പോൾ അവർ വിളിക്കാനായിട്ട് വരുന്നു. സോ അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കണം. എന്തായാലും ബിസ്ക്കറ്റ്, ബ്രെഡ്, അതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നേരെ ലേബർ റൂമിലോട്ട് പോകാൻ പോവാം. സോ പെട്ടെന്ന് പെയിൻ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. വലിയ രൂക്ഷമായിട്ടാണ്. പക്ഷെ നേരത്തെ പീരീഡ് ക്രാംസ് പോലത്തൊരു പെയിൻ ഉണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നല്ല ഉറങ്ങിയില്ലായിരുന്നു. പക്ഷേ എന്നിട്ട് ഉറങ്ങിപ്പോയി. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ബാക്കി ഇനി ഡോക്ടർ നോക്കിയിട്ടേ പറയുള്ളൂ. വലിയ പെയിൻ ഉണ്ടായിരുന്നു. പെയിൻ ഉണ്ടായിരുന്നു. രാത്രി വെച്ച മെഡിസിനിലും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണാത്തതുകൊണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 3 സമയത്ത്, 3 o'clock 3:30 ആ ടൈമിൽ വീണ്ടും എനിക്ക് മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു. അതിലും എനിക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ചെറിയ രീതിയിൽ പീരീഡ് ക്രാംസ് പോലും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് വീണ്ടും മെഡിസിൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ കൂടിയ മെഡിസിൻ ആയിരുന്നു. അതിലെന്തായാലും പെയിൻ വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു പെയിൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ലേബർ റൂമിലേക്ക് പോയി. നന്ദുചേട്ടനൊന്നും കണ്ടിട്ടില്ലായിരുന്നില്ല. ലേബർ റൂമിലേക്ക് പോയ സമയത്ത് ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ
എൻ്റെ ബേബിനെയാണ് കാണുന്നത്. ലിവർ റൂമിൽ പോയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. അമ്മൂമ്മ അങ്ങനെ മിഷൻ അക്കോംപ്ലിഷ്. അപ്പച്ചി മാമ ചേട്ടൻ സ്കൂളിൽ നിന്ന് പറഞ്ഞേ ഉള്ളൂ. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങളെ കൊണ്ടുവന്ന് ഇപ്പൊ കാണിക്കാം. നമ്മള് പാല് കുടിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇത് തയ്യൽ ഇട്ട് കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടത്തേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കയറി കാണാം. കുഞ്ഞിനെ ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് കാണിക്കാം. നാളെ ഫീഡ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാമായി കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ എടുക്കരുത്. ഒന്നോ രണ്ടോ പേര് എടുക്കുക. അതിനുശേഷം കുഞ്ഞിനെ അകത്ത് തന്നെ ആയിരിക്കും വയ്ക്കുക. അകത്ത് വെച്ചിട്ട് നമ്മൾ 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നാളെ അമ്മയെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ വാലിലേക്ക് നേരിട്ട് തരും. കാരണം ആദ്യത്തെ 6 മണിക്കൂർ ചെറിയ ശ്വാസം മുട്ട് പ്രയാസം എന്നൊക്കെ അവർ കാണിക്കുക. അതിന് വേണ്ടിയിട്ടാണ് മോണിറ്ററിങ്ങിനകത്ത് വയ്ക്കുന്നത്. നമ്മൾ ഷുഗറൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യും. അമ്മയുടെ പാല് തന്നെ കൊടുക്കത്തുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ഷുഗർ കുറയുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഫോർമുല പാൽ കേട്ടോ. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കൊണ്ടുവരുന്നുണ്ടല്ലോ, കൊണ്ടുവരും. അയ്യടാ ഞാൻ കാണാൻ കട്ട വെയിറ്റിംഗ് ഒരാള്. അമ്മ എവിടെ? പ്രസവിച്ച് കഴിഞ്ഞ ശേഷം നന്ദന്റെ കാണാനില്ല ചേച്ചി. എവിടെ എവിടെ പോയി? ചെല്ലി ഇപ്പൊ കുഴ കേട്ടു. അതൊക്കെ കൊടുത്തു ഓൾറെഡി. അതെ ആനന്ദേട്ടൻ വാങ്ങിച്ചു. കേറ് കേറ് കേറ്. അടുത്ത ആള് ഉത്തരവാദിത്തപ്പെട്ട് ഇവിടെ നിൽക്കാനുള്ളതിനെ അവനെ ഉത്തരവാദിത്തം ഇവിടെ നിർത്താനുള്ളതിന് സന്തോഷത്തിന്റെ വിശപ്പാണ്. ഒരു മണിക്കൂറായില്ലേ ഡോക്ടറോടെ അച്ഛൻ എവിടെ ഇരിക്കും? നമ്മൾ വിചാരിച്ചു നിന്റെ വായിക്കാൻ പിന്നെ എത്താൻ പറ്റാതെ ആദ്യം വിഷമിച്ചിരിക്കണം. സമയം എത്രടാ? 7:44. ആദ്യത്തിൽ വെയിറ്റിംഗ്. കുഞ്ഞിനെ കാണാത്തോണ്ട്. Are you excited to see? കണ്ടിട്ടില്ല. വരട്ടെ. ചെരുപ്പ് എടുക്കണോ? അവിടെ കിടന്ന് നിന്നോടാ.
വരണം മിസ്റ്റർ ചോറ് പുറത്ത് വെച്ചാൽ മതി. വെരി ബൊക്കെ എടുത്ത് പൊക്കി പിടി വെച്ചി കഥകളൊക്കെ പറയാനുണ്ട്. വെൽക്കം ബാക്ക്. ആദ്യം എ സിയുടെ തലക്കൂട്ടി അമ്മയുടെ അതൊക്കെ ഇങ്ങനത്താ ഇല്ല അവിടെ അല്ല അമ്മായിയെ കണ്ടിട്ട് സന്തോഷമാണ്. പിന്നെ ദോശ വേണം, എന്തൊരു വേണം കഴിക്കാനെന്ന് പറ, ലിസ്റ്റ് കൊടു. ദോശ വേണോ എങ്കിൽ ഇപ്പൊ തരും. വായിക്കുന്ന ജ്യൂസ് വേണോന്ന്, ഇനി എന്തൊരു ജ്യൂസ് കുടിക്കാൻ പറ്റും? കരിക്കുണ്ട്. കരിക്ക് വെള്ളം പൊന്ന് തന്നില്ലെന്ന് വേണ്ട. നമുക്ക് മൂക്ക് കുത്താം. ഇത്തവണ നമ്മള് മൂക്ക് കുത്തുന്നു. അതൊക്കെ ഉണ്ടാ മൂക്കൂത്തി ആദ്യം തുറന്നു കളിക്കുന്നു. 5 ഉണ്ടായിരുന്നോടി. നിന്റെ അച്ഛൻ എവിടെ? അത് പോയി, വരും. പിന്നെ വരുമെന്ന് പറഞ്ഞു. ആദ്യമാണ് ചേച്ചി കാണാത്തത്. സ്കൂളിൽ പോയിട്ട് വന്നു. കരിക്കുണ്ട്, രാത്രി കരിക്ക് കൊടുക്കാൻ പോകും. ഞാൻ പോയി ജ്യൂസ് വാങ്ങിച്ചിട്ട് കഴിക്കാൻ എന്താണ്? സിന്ധുവിനെ പറ്റിച്ചേ. ഷുണ്ടു ഹായ്. സിന്ധുവിനും ചിരിപ്പ് ചേച്ചി. എവിടെയാണ് എന്റെ കാർത്തിക് വ്ളോഗ് എടുത്തു തോന്നുന്നു. വ്ളോഗ് എടുത്ത് ആ ബട്ടൺ പോയിട്ട് ഇവിടെ ഉണ്ടോ? ഇവിടെയാണ് ബട്ടൺ. പക്ഷെ പാർവതിയെ കണ്ടപ്പോഴത്തേക്ക് ഇവന്റെ ബഹളം കണ്ട് ഞാൻ കിട്ടി. ഞാൻ വിചാരിച്ചു സ്ഥിരം ഇങ്ങനെ ആയിരിക്കും. ചേട്ടൻ വരുമ്പോ കാണണ്ടേ? അല്ല പക്ഷെ ഇങ്ങനെ ഈ ഇങ്ങനെ ആദ്യം വെച്ചാണ് ഞാനും കണ്ട. പൊതുവെ ബഹളം വെക്കും, ചേച്ചിയെ കാണുമ്പോ ചിരിക്കും. ഇത് അവന്റെ ടീംമേറ്റിനെ കണ്ടതിന്റെ സന്തോഷമാണെന്ന് ഞാൻ പറയും. ഇനി ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റുമായിട്ട് ആളായി. ഓ, ഇത് ഇങ്ങനെ വെക്കാനുള്ള സാധനമായിരുന്നല്ലേ? ഞാൻ തല വെക്കാനുള്ള സാധനം കൊണ്ടിരിക്കുന്നത്. ഏത്? ഞാനും അങ്ങനെ എനിക്കും അറിയത്തില്ല. ഇതെന്തെങ്കിലും ഉണ്ട്, പക്ഷെ ഇത് ഉം